തന്റെ ഹിന്ദുത്വ ദർശനത്തിൽ യാതൊരു മറയുമില്ലെന്ന് തുറന്നു കാണിക്കുകയായിരുന്നു ശിവരാത്രി ആഘോഷത്തിൽ സദ്ഗുരു ജഗ്ഗി വാസുദേവ്. കോയമ്പത്തൂർ ആശ്രമത്തിലെ മഹാശിവരാത്രി ആഘോഷം മുടക്കാനുള്ള DMKയുടെയും ചില മതപരിവർത്തന ലേബുകളുടെയും ശ്രമങ്ങളെ മുഴുവൻ വെല്ലുവിളിക്കുകയായിരുന്നു സദ്ഗുരു. മദ്രാസ് ഹൈക്കോടതിയിൽ മഹാശിവരാത്രി ആഘോഷത്തിനിടെ എതിരാളികൾ നൽകിയ കേസിന് ഉരുളയ്ക്ക് ഉപ്പേരി എന്നവണ്ണം കൃത്യമായ മറുപടി നൽകിയതോടെ കോടതി മഹാശിവരാത്രി ആഘോഷം നടത്താൻ കനിഞ്ഞു. പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ സുഗമമായി നീങ്ങി. ഉദ്ഘാടന ചടങ്ങിനെത്തിയത് മറ്റാരുമല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ. അതിനപ്പുറം കരുത്തനായ ഒരു ഉദ്ഘാടകനെ കിട്ടാനില്ല. അമിത്ഷായ്ക്കൊപ്പം വേദി പങ്കിട്ടതോ ഒരു കാലത്ത് അമിത്ഷായെയും മോദിയെയും BJPയെയും നഖശിഖാന്തം എതിർത്ത കർണാടകൻ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും. വേദിയിൽ സദ്ഗുരു ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞു. നാട്ടുരാജ്യങ്ങളുമായി വിഭജിച്ചു കിടന്ന ഇന്ത്യയെ ഒരു ചരടിൽ കോർത്ത് ഒരൊറ്റ രാജ്യമാക്കി മാറ്റിയ സർദാർ വല്ലഭായ് പട്ടേലിന് ശേഷം ഇതാ മറ്റൊരു ആഭ്യന്തരമന്ത്രി വീണ്ടും ഇന്ത്യയുടെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുന്നു എന്നാണ് അമിത്ഷായെ കുറിച്ച് സദ്ഗുരു പറഞ്ഞത്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന 370-ാം വകുപ്പ് എടുത്തുകളഞ്ഞതിനെയും സദ്ഗുരു അനുകൂലിച്ചു. അതിനാൽ ഒരു കാലത്ത് ബോംബാക്രമണവും വെടിവെപ്പും ഒഴിയാത്ത കശ്മീരിൽ ഇപ്പോൾ ടൂറിസ്റ്റുകൾ ഒഴുകുകയാണെന്നും ഒരാൾ തന്നെ കശ്മീരിലേക്ക് ഗോൾഫ് കളിക്കാൻ വിളിച്ചിട്ടുണ്ടെന്നും സദ്ഗുരു പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ കടുത്ത ഭാഷയിൽ വിമർശിക്കാറുള്ള അമിത്ഷാ പിന്നീട് പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ അതേ വേദിയിൽ കേൾവിക്കാരനായി DK ശിവകുമാറും ഉണ്ടായിരുന്നു. അമിത്ഷായെ ആശ്രമത്തിന്റെ ഓരോ മുക്കും മൂലയും കാണിച്ചു കൊടുക്കാൻ നല്ലൊരു സമയം സദ്ഗുരു എടുത്തതും ലോകത്തിന് മുന്നിൽ തന്റെ രാഷ്ട്രീയം കൂടി വെളിപ്പെടുത്താനായിരുന്നു. താൻ കഷ്ടപ്പെട്ട് വളർത്തിയ ആശ്രമത്തെയും സദ്ഗുരുവിനെയും നശിപ്പിക്കാൻ ഏറെ കാലമായി തമിഴ്നാട്ടിലെ പല ഗൂഢാലോചനകൾ നടന്നു വരികയാണ്. പിന്നിൽ മറ്റാരുമല്ല, DMKയും തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ഒരു മതപരിവർത്തന സ്ഥാപനവുമാണെന്ന് സദ്ഗുരുവിന്റെ ആശ്രമത്തിലുള്ളവർ ആരോപിക്കുന്നു. കാരണം സദ്ഗുരുവിന്റെ ആശ്രമത്തിന്റെ അഭൂതപൂർവമായ വളർച്ചയിൽ ഇരുകൂട്ടരും വിളറി പൂണ്ടിരിക്കുകയാണ്. എന്തായാലും ആശ്രമത്തിന്റെ മഹാശിവരാത്രി ആഘോഷത്തിന് ആവേശം പകർന്നുകൊണ്ട് ശങ്കർ മഹാദേവൻ പാടിയ ശിവതാണ്ഡവം 60,000 കാഴ്ചക്കാരുടെ സദസ്സിനെ ഹരം കൊള്ളിച്ചു. ശിവതാണ്ഡവത്തിലെ ശിവമന്ത്രങ്ങൾ ജീവിതത്തിൽ അഭയമാക്കേണ്ടവർ താളത്തിനൊത്ത് ചുവടുവെക്കുകയും ചെയ്തു. എന്തായാലും കോയമ്പത്തൂരിലെ ഇഷ ആശ്രമത്തിൽ നടന്നത് ഒരർത്ഥത്തിൽ ഹിന്ദുത്വത്തിന്റെ വിളംബരം തന്നെയായിരുന്നു. 4 ശക്തികളെ വെല്ലുവിളിച്ചുകൊണ്ട് സദ്ഗുരുവിന്റെ ധീരത. 4 ശക്തികളെയാണ് സദ്ഗുരു വെല്ലുവിളിക്കേണ്ടി വരുന്നത്. സാധാരണഗതിയിൽ ഉള്ളിലേക്ക് വലിയുന്ന സ്വഭാവമുള്ള ആശ്രമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി താൻ തെറ്റ് ചെയ്യാത്തതിനാൽ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളോട് പോരാടാൻ തന്നെയാണ് ശിവഭക്തനായ സദ്ഗുരുവിന്റെ തീരുമാനം. ഒരു ഭാഗത്ത് DMK ഉൾപ്പെടെയുള്ള ശക്തികൾ, സദ്ഗുരുവിനെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർത്തുന്ന ഹിന്ദു പോലുള്ള ദിനപത്രങ്ങൾ. ഒരിക്കൽ 58 പേരെ സ്ഫോടനാപകടത്തിലൂടെ കൊന്ന് നഗരത്തെ വിറപ്പിച്ച PDPയുടെ കോട്ട. ഇഷ ഫൗണ്ടേഷന് തൊട്ടടുത്ത് തന്നെ സദ്ഗുരുവിനെ വെല്ലുവിളിക്കുകയും കേസിൽ കുടുക്കുകയും ചെയ്യുന്ന ചില മതപരിവർത്തന ലാബുകൾ. ഇത്തരം എന്തിനു പോന്ന 4 ശക്തികളെ വെല്ലുവിളിച്ച് നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും സദ്ഗുരു വ്യക്തമാക്കി. ആശ്രമത്തിൽ 2 പെൺകുട്ടികളെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് ഒരു അച്ഛനെ കൊണ്ട് പരാതി നൽകിച്ച് ആശ്രമം റെയ്ഡ് ചെയ്ത് നശിപ്പിക്കാനുള്ള DMKയുടെ നീക്കത്തെ സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ട് തടഞ്ഞു. പക്ഷേ ആ നാളുകളിൽ അമിതമായ സമ്മർദ്ദം മൂലം സദ്ഗുരുവിന് ഒരു ശസ്ത്രക്രിയ പോലും വേണ്ടി വന്നു. ഇപ്പോഴിതാ അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നു. അത് ചില തീരുമാനങ്ങളോടെ തന്നെയാവണം എന്ന് കരുതാം.